ഒരു കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കാടൊന്നുമല്ല, എന്നാലും കാണുന്ന നല്ല വൃത്തിയോട് കൂടി ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിലും മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തിക്കായി കിടക്കുന്നുണ്ട്. ഈ റോഡ് പോകുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, അത് നോക്കി വൺ വേ ആയി കൂടിയാണ് വരുന്നത്. നമ്മൾ ഈ മലനെ ചുറ്റി വരും വേണം. മലയാളീസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഗുവാഹട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഗുവാഹട്ടിയിൽ നിന്ന് നേരെ പോകേണ്ടത് നാഗാലാൻഡിലെ കിഗോമിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനൊക്കെ എടുത്തുകൊണ്ടാണ്. എൻ്റെ കൂടെ ഉള്ളത് രാമാണ്. രാമ ചെന്നൈയിൽ നിന്നാണ്. പിന്നെ സുമിയാണ്. സുമി വേറെ ബൈക്കാണ്. ഞാൻ എപ്പോഴും പറയാറ് സുമി നേരെ പോയിട്ട് കൽക്കത്തയിൽ പോകണേ. 2 ദിവസമുള്ള സുമിക്ക്. അവിടെ എത്തുമ്പോഴേക്ക് അവിടുത്തെ വലിയ വർക്ക് ചെയ്ത് അടുത്തൊരു 2 ദിവസം കിട്ടുമ്പോൾ വലിയ വേറെ ലൊക്കേഷൻ പറവകളായിട്ട് ഇങ്ങനെ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള ഹോസ്റ്റലിലാണ് കേട്ടോ. ഞാൻ കുറേ കഴിഞ്ഞതിൽ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് ഹോസ്റ്റല്. ചെറിയൊരു സെറ്റപ്പാണ്, പക്ഷേ നമുക്ക് അത്യാവശ്യം മലയാളികളാണ് ഏറ്റവും കൂടുതൽ എന്തൊക്കെ ഉള്ളത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്ന് ഭയങ്കരമായിട്ട് നല്ല ലോങ് ജേർണിയാണ്. അതേപോലെ 12 അവർ ഇറ്റ് വിൽ ബി ടേക്കുന്നു. 10 അവേഴ്സും പിടിക്കുന്നതാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങളെ സ്റ്റോപ്പിനനുസരിച്ചേക്കലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ അവിടെ എത്തണം. അപ്പോൾ ഞങ്ങൾക്കുള്ള പാസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഈസ്റ്റ് ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റിൽ കിടക്കണമെങ്കിൽ ഓരോ പാസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചെറിയ 50 രൂപ ചാർജിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ അങ്ങോട്ടാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രിപ്പറേഷനായി. ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ മുഴുവൻ ആസാമിൽ നല്ല മഴ കാരണത്താൽ ഇന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. മഴ ഉണ്ടാവാൻ സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങണ്ടു. അപ്പോൾ ഓക്കെ. അപ്പോൾ ഒന്ന് മോട്ടോ സ്റ്റോറി ആയിക്കല കേട്ടോ. എന്നുണ്ടാവുണ്ട് അതേപോലെ അല്ല, ഇപ്പം ഉണ്ടായിൻ്റെ അതേപോലെ അല്ല. കുറച്ച് അത്യാവശ്യം ലോങ് ജേർണിയാണ്. അപ്പോൾ അത് മാത്രം കവർ ചെയ്യാൻ എന്ന് വയ്യുള്ളൂ. അപ്പോൾ എല്ലാവരോടും വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണും. ഓക്കെ. അപ്പോൾ മച്ചാനെ ഫൈനലി ഓക്കെ. അപ്പോൾ ഇനി വണ്ടി എടുക്കുകയാണ്. നാഗാലാൻഡ് കൊഹിമ ത്രൂ ആണ് പോകുന്നതൊക്കെ കേട്ടോ. അപ്പോൾ പറയാൻ വേറെയുള്ളൊരു കാര്യം, നമ്മളുള്ള കൂടെയുള്ള റാമിൻ്റെ ചാനൽ ട്രാവൽ സ്റ്റോറി വിത്ത് റാം എന്നാണ്. ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്യണേ. നല്ല അടിപൊളി വീഡിയോസാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരുപാട് യാത്ര ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 9 മണിക്കൂറാണ്, 8 മണിക്കൂറോളം കാണിക്കുന്നുണ്ട് കേട്ടോ. 8-8.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. പിന്നെ റോഡ് ഭയങ്കര കണ്ടീഷൻ മോശമാണ്. പിന്നെ അതുപോലെ എന്ന് പറയാൻ വേറെന്താണ്, വളഞ്ഞും തിരിഞ്ഞിട്ടുള്ള റോഡായതുകൊണ്ട് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. സിറ്റിയൊക്കെ ഉണർന്ന് വരുന്നുള്ളൂ. കാരണം ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള സെക്ഷനാണ്. അടിപൊളി. നല്ല രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല എന്താണ് സ്മൂത്താണ്. റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് എംറ്റി ആയി എടുക്കുകയാണ്. ഓ അടിപൊളി. രാവിലെ തന്നെ നല്ല കോടയാണ് കേട്ടോ. കോട ഇങ്ങനെ ഇറങ്ങി കിടക്കുകയാണ്. അതേപോലെ നല്ല ഒരു ചെറിയ തണുപ്പ് ഇങ്ങനെ കയറുന്നുണ്ട്. ഇനി ഒരു മൗണ്ടെയിൻ ഭാഗത്തേക്കാണ് കയറാനുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നാഗാലാൻഡ്. അപ്പോൾ നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അതേപോലെ അരുണാചൽ പ്രദേശ് ഇങ്ങനെയുള്ളിടത്തേക്കൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാസ് വേണം. ആ പാസിൻ്റെ പേരാണ് ഇന്നർ ലൈൻ പെർമിഷൻ ഉണ്ടോ, ILP. ഒന്നുമില്ല, നമ്മളെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്താണ് നമ്മളെ മെയിനായിട്ടുള്ള ആധാർ കാർഡ്,
അതുപോലെ ഒരു ഫോട്ടോ 50 രൂപ 100 രൂപ അങ്ങനെ തന്നെ ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പോലീസ് പൊക്കിയാലൊക്കെ ഭയങ്കര സീനാണ്. കാരണം അതിന് മെയിൻ ഇങ്ങനെ ILP വെക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ബോർഡർ ഷെയർ ചെയ്യേണ്ട ഏരിയകളാണ് മറ്റുള്ള രാജ്യങ്ങളോട്. അപ്പോൾ നമ്മൾ ഇന്ന ആൾക്കാർ എൻട്രി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഗവൺമെൻറ്റിന് അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ. എന്തായാലും ഗുവാഹട്ടിയിൽ നിന്ന് ഇപ്പം ഇങ്ങനെ തിരിച്ചു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല റോഡ് കിട്ടിയെന്ന് പറയാൻ കഴിയൂല, ഒരു കുഴപ്പമില്ലാത്ത റോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 7-8 മണിക്കൂർ അതായത് 10 മണിക്കൂറാവും ഭക്ഷണം കഴിക്കൽ, റെസ്റ്റ് എടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് എത്തുമ്പോഴേക്കും ഏകദേശം ആ സമയമാവും. അപ്പോൾ കൊഹിമ അതുപോലെ കൊഹിമ എത്തിയിട്ടാണ്, കൊഹിമ എത്താനാണ് പ്ലാൻ. അതിൻ്റെ അപ്പുറം പിടിക്കാൻ വിചാരിക്കുന്നുണ്ട്. ഇതുവരെ മൂടിക്കെട്ടലായിരുന്നു, അതൊക്കെ മാറി ഇപ്പം നല്ല കാലാവസ്ഥ, വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടോ. അതന്നെ എനിക്കും ഒക്കെ വേണ്ടത്. കാരണം ഏകദേശം നല്ല തണുപ്പാണ്. പിന്നെ ആശാനം നല്ല പിടുത്താണ് കേട്ടോ, നമുക്ക് പിടിച്ചിട്ടെത്തുന്നില്ല. കാരണം എനിക്ക് ലഗേജും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒരു പേടിയുണ്ട്. കാരണം ഇത്രയും എത്തിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെല്ലാണ്. ഇപ്പം നല്ല റോഡൊക്കെ കിട്ടി. ഇതുവരെ ഉണ്ട് അതിൻ്റെ അതേപോലെയല്ല, നമുക്കൊന്നും കൂടെ സ്മൂത്തായിട്ട് പോകാൻ കഴിയുന്നുണ്ട്. മഞ്ഞുണ്ട് കേട്ടോ, നല്ല മഞ്ഞാണ് വരുന്നത്. അയച്ചിട്ട് വിസിബിലിറ്റി കുറവ് കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായ അത്ര ഒന്നുമില്ല. സാധാരണ ഒരു മഞ്ഞ്, പിന്നെ ചെറുതായിട്ടൊരു തണുപ്പ് മാത്രം. പിന്നെ റോഡൊക്കെ കണ്ടീഷൻ നല്ല ഉഷാറാണ്. ഇവിടെ ഏകദേശം നാഗാലാൻഡിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ബോർഡർ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ ഒക്കെ പോയാൽ ബോർഡറും കാര്യങ്ങളൊക്കെ എത്തി. പിന്നെ നാഗാലാൻഡിലത്തെ ലൈഫൊക്കെ ടോട്ടലി വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിച്ച അതേപോലെയുള്ള ലൈഫോ കാര്യങ്ങളോ ഒന്നല്ല. കുറച്ചും കൂടെ ഒരു കൾച്ചറും അതേപോലെ അവരുടെ സ്വഭാവങ്ങളും അതേപോലെ രൂപങ്ങളും ടോട്ടലി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കേരളത്തിൽ നിന്ന് തമിഴ്നാട് പോകുമ്പോൾ അത്രയുള്ള വേരിയേഷനൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഓരോ സ്റ്റേറ്റിൽ നിന്നും ഭയങ്കര വലിയ വ്യത്യാസങ്ങളാണ് കാണുന്നത്. നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയാണ് കേട്ടോ. ചായ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ പച്ച വെള്ളം കുടിച്ച് കിടയാണ്. നല്ല പൂരി കിട്ടിയിട്ടുണ്ട്, പിന്നെ ഓംപ്ലേറ്റ് ആണ് ഉള്ളത്. പിന്നെ അതേപോലെ അതന്നെ പൂരി സെറ്റും ഓംപ്ലേറ്റും സെയിം റിപ്പീറ്റ്. ഇതൊരു വേറെ ഒരു കഴിക്കാനൊന്നും വേറെ നമുക്ക് നല്ല കഴിക്കുക എന്നുള്ള വേറൊരു ഓപ്ഷൻ ഇല്ല. എല്ലായിടത്തുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും നല്ല ദാബ കയറി കഴിഞ്ഞാൽ പൂരി അല്ലെങ്കിൽ റൊട്ടി കിട്ടും. അപ്പോൾ പിന്നെ നോർത്ത് ഈസ്റ്റ് പൊതുവേ അങ്ങനത്തെ ഭക്ഷണം കുറവാണ്. റൈസ് തന്നെയാണ് കേരളത്തിൻ്റെ, അതേപോലെ തന്നെ റൈസ് കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു, ഇനി പോവുകയാണ്. അപ്പോൾ ഗ്ലൗ പഴയതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ഇത് കുറച്ചും കൂടെ ബെറ്ററാണ്. ഒന്നും കൂടെ അല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്, തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ തിരിക്കുകയാണ്. 1 minute. ഒരു കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കാടൊന്നുമല്ല, എന്നാലും കാണുമ്പോൾ നല്ല വൃത്തിയോട് കൂടി ഫീൽ ചെയ്യുന്നുണ്ട്. 2 സൈഡിലും മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തിക്കായി കിടക്കുന്നുണ്ട്. ഇവിടുത്തെ മാർക്കറ്റാണ് കേട്ടോ അത്. എനിക്ക് തോന്നുന്നത് ഏതാ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം വെജിറ്റബിളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഫ്രഷ് മാർക്കറ്റ് ഇവിടെ ഉണ്ടാവുക. കാരണം ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ആ വെജിറ്റബിൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഹാ അടിപൊളി. നമ്മളെ നാട്ടിലത്തെ മാർക്കറ്റ് ആ ടൈപ്പ് ഒന്നല്ല, ഒക്കെ ഒരു പഴഞ്ചൻ രീതിയിലാണ് കേട്ടോ. നമ്മളൊരു കുറേ പുറകോട്ട് വന്ന അതേപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം. ഡ്രസ്സ് കൊണ്ടും കാര്യങ്ങളെ കൊണ്ടും ഇവർ കുറച്ച് മുന്നിലാണെങ്കിലും
ബാക്കിയുള്ള എൻവയോൺമെൻറ്റിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ സിറ്റി കാര്യങ്ങൾ, അതേപോലെ പഠിത്തം, സ്കൂള്, ജോലി, അതൊക്കെ കുറേ പുറകിലോട്ടാണ് ഇവർ. അപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുന്നു കേട്ടോ. കുറേ നേരം 2-3 ചെക്ക് പോസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതുവരെ ആരും കൈ കാണിച്ചിട്ടില്ല. കൊഹിമ, ഇംബാല്. വെൽക്കം ടു ദിമാപൂർ, നാഗാലാൻഡ്. ആ ദിമാപൂരിലെത്തിട്ടോ അങ്ങനെ. അപ്പോൾ ദിമാപൂരിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ അതേപോലെ വെജിറ്റബിൾ കാര്യങ്ങൾ ഒക്കെ വിൽക്കേണ്ട അതേപോലെ തന്നെ ഇവിടെ വിൽക്കേണ്ട നായിനെയും പട്ടിനെയും പൂച്ചനെയും ഒക്കെയാണ്. പക്ഷേ പൂച്ചനെ വിൽക്കുക എന്നാണ്, വളർത്താനല്ല കേട്ടോ, തിന്നാനാണ്. അപ്പം ഞണ്ട്, തവള, ഇത് തേള്, എന്താണ് വവ്വാല്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൻ്റെ ഡേയ്സ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നിപ്പോൾ കടന്നിട്ട് കാര്യമില്ല. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ മാർക്കറ്റ് കടക്കും കേട്ടോ. മാർക്കറ്റ് കടന്നിട്ട് നല്ല വൃത്തിക്ക് എടുക്കാണ്ട് വീഡിയോ. എല്ലാവരും ഒന്ന് എന്താണ് കുറച്ച് ദിവസം എന്താണ് തിന്നാതിരിപ്പിക്കാനുള്ള ഒരു പരിപാടി നോക്കുന്നുണ്ട്. ദിമാപൂരിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു. നേരെ സാധാ റോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് കൊഹിമേനെ ക്യാപിറ്റൽ സിറ്റി കേട്ടോ, നാഗാലാൻഡിൻ്റെ. അതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇനി അവിടേക്കാണ് പോകേണ്ടത്. അവിടെ നിന്നും ഒരു 1 hour ട്രാവൽ ചെയ്താലാണ് ഞങ്ങൾക്ക് എന്താണ് സ്റ്റേ ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ വരുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇനി നേരെ പോകുന്നുണ്ട് ഒരു ട്രക്കിങ്ങിനുള്ള ഒരു പ്ലേസിലേക്കാണ് കേട്ടോ. ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. ഏകദേശം ഒരു 1:11 നേരം കുറേ ആയിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥ ഒന്ന് ഇരുണ്ട് കൂടി വരുന്നുണ്ട്. മഴക്കുള്ള സാധ്യത 99% സാധ്യത ഉണ്ട്. What do you order? Fried rice. Fried rice. Then beef. Okay, yeah, that's it. So we are waiting. അപ്പോൾ നാഗാലാൻഡിലെത്തിയിട്ട് ആദ്യത്തെ ഫുഡാണ്. Last day you would have seen. I'll show you the. Data. Waiting for food. Spicy. Where is the beef? Dried beef അല്ലേ? ഞാൻ ഡ്രൈഡ് പിന്നെ അതിൽ നാഗാലാൻഡ് ബീഫ് ഒന്ന് ട്രൈ ചെയ്യുന്നു കേട്ടോ. എന്താ കണ്ടിട്ട് എങ്ങനെ തിന്ന് കഴിക്കുന്നതാവും. ഈ അച്ചാറുണ്ടല്ലോ, ഇത് കണ്ടോ ബീഫ്? റെഡ് സിഗ്നൽ. ഓ shit. ഉച്ചക്കത്തെ ഭക്ഷണം ഫ്രൈഡ് റൈസ് ഒതുക്കി. ബീഫ് കണ്ടിട്ട് Let's try. This is super. I don't know.
ഞങ്ങൾ തിന്ന് കഴിക്കട്ടെ ബാക്കി. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. നേരെ വണ്ടി എടുത്തു. നല്ല മഴക്കുള്ള സാധ്യത ഉണ്ട് കേട്ടോ. വേഗം പിടിച്ചുകൊണ്ട് നിൽക്കണം. ഒന്നെങ്കിൽ ആ ഭാഗം നമുക്ക് കഴിഞ്ഞ് കിട്ടണം. മഴക്കാർ ഇപ്പം ഇങ്ങനെ ഏകദേശം ഈ ഒരു ഭാഗം എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ പെയ്ത് പോകാനാണ് സാധ്യത. അവിടെയൊക്കെ പെയ്തേക്കണം കേട്ടോ. ഏകദേശം നമുക്കിപ്പോൾ അങ്ങനെ മഴ കൊണ്ടുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ മൊബൈല് ക്യാമറ ഒക്കെ ഉള്ളിലേക്കാക്കി വെക്കാനുണ്ട്. ചില ഭാഗത്തുണ്ട്, ചില ഭാഗത്ത് മഴ ഇല്ല. അതാണിപ്പോൾ അവസ്ഥ. അപ്പോൾ ഞാൻ നിൽക്കേണ്ട ഭാഗത്ത് ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നേരെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെയിലും കേട്ടോ. നമുക്ക് അവിടേക്കാണ് എത്തേണ്ടത്. ആ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ രാമ ക്യാമറ ഒക്കെ ഊരിയൊക്കെ വേണ്ടിയിട്ട് നിർത്തി വെച്ചതാണ്. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് റൺ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഭാഗത്ത് മഴയൊന്നുമില്ല. ഈ റോഡ് പോകുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, അത് നോക്കി വൺ വേ ആയിക്കൂടിയാണ് വരുന്നത്. നമ്മൾ ഈ മലനെ ചുറ്റി വരും വേണം. ഒരു സൈഡിലാകെ മഴക്കാർ മൂടി കിടക്കണം, ഒരു സൈഡിൽ നിന്ന് വെയിലടിക്കണം. ഇവിടെ 4:30 ആകുമ്പോഴത്തേന് എന്താണ് സൂര്യാസ്തമയമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ലൊക്കേഷനൊക്കെ എത്തൽ ഒരു ഏകദേശം രാത്രിയൊക്കെ ആവും. ആ സമയമാകുമ്പോഴത്തേന് അവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ്. അടിപൊളി ലൊക്കേഷൻ കേട്ടോ, ഒന്നും പറയില്ല. ആ ഭാഗത്ത് മഴക്കാർ മൂടി വരുന്നുണ്ട്. അയ്യോ, കോടോട്ട് ഏറല കേട്ടോ. പക്ഷെ ഞങ്ങളടുത്തേക്ക് എത്തിയിട്ടില്ല. ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മറിഞ്ഞു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പാസ് ചെയ്യേണ്ട ഭാഗം എന്തായാലും കോട കൂടിയിരിക്കും. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി വ്ളോഗിങ്ങോ കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പൊ ഒക്കെ എടുത്ത് വെക്കുകള്. ഓക്കെ, ഇനി ഇതുള്ള വീഡിയോ ഞാൻ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ വേറെ തന്നെ കേൾക്കണം. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുക്കും. ഇപ്പോഴത്തെ കാലാവസ്ഥ ശരിയല്ല. കാരണം റെയിൻ ഏകദേശം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് റെയിൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് റൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ. ഇതാണ് പോലെ ലൈഫ് കേട്ടോ. ഐസ് കിട്ടി, ആലിപ്പഴം കിട്ടി. വണ്ടി ഓടിക്കാൻ പോയി ആകെ കേട്ടോ. ആലിപ്പഴമാണ് കൊഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഐസാണത് വീണെടുക്കട്ടെ. ഞാൻ വണ്ടി ഇങ്ങോട്ട് കയറ്റി വെച്ചത് കേട്ടോ. ഇത് രസമല്ല. ഈ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ താഴെ കൂടി വെള്ളം പോകുന്നുണ്ട് എന്നാ തോന്നണ്. പുറത്തില്ല, പക്ഷെ ഇതിൽ കൂടിയാണ് ആളുകൾ പാസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഗ്ലൗ Please subscribe, whatever.